ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ 100K 1,00,000 സബ്സ്ക്രൈബർ ആവുന്നതിനോടനുബന്ധിച്ച് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി വീഡിയോകൾ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വീഡിയോകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 വീഡിയോകൾ ഒരു വീഡിയോയിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോകൾ ഒരു 3 വീഡിയോ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്ന 3 വീഡിയോകളിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന വീഡിയോ ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കും. നമ്മൾ 100K സബ്സ്ക്രൈബർ ആവുന്നത് വരെയാണ് ഈ ഒരു മത്സരം നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടുന്ന സമയത്ത് അതിൽ അവസാനം എത്തുന്ന ആ വീഡിയോകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ആൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യത്തെ 3 വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഏതാണ് അതിൽ നല്ല വീഡിയോ എന്ന് മനസ്സിലാക്കി അത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓർഡറിലായിരിക്കും ചെയ്യുന്നത്. ആദ്യം അയക്കുന്ന ആളുകളുടെ വീഡിയോ അങ്ങനെ ഉള്ള ഓർഡറിലായിരിക്കും ചെയ്യുന്നത്. അധിക വീഡിയോകളൊന്നും വന്നിട്ടില്ല. ആകെ 4 ആളുകളെ വീഡിയോകൾ അയച്ചിട്ടുള്ളൂ. പിന്നെ കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ്, 10 സെക്കൻഡ്, 5 സെക്കൻഡ്, 6 സെക്കൻഡുള്ള കുറേ ക്ലിപ്പുകൾ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ ക്ലിപ്പുകൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞിരുന്നു 3 മിനിറ്റ് മുതൽ ഒരു 5 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നത് എങ്ങനെയാണ്, ഈ മേഖലയിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നുള്ള ഒരു മെച്ചം എന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കത്ത് ഇതിനകത്തു നിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ളതും, പിന്നെ നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ആദ്യത്തെ 3 വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലഗീഷ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രോപ്പർ ചാലക്കുടി അല്ല, ചാലക്കുടിക്ക് അടുത്ത് നേരൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. എനിക്ക് കുറച്ച് കോഴി, നാടൻ കോഴികളാണ് ഞാൻ വളർത്തുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ചധികമുണ്ട്. അതുപോലെ നല്ല പാരൻ സ്റ്റോക്കുകൾ കുറച്ചുണ്ട്. തലശ്ശേരി നാടനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതുവരെ അതിനെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ അയച്ചു വിടാണ്. ഇതൊക്കെയാണ് എൻ്റെ കൂട് സെറ്റപ്പ്. ഷെഡിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ 1-2 കള്ളികൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി പോകുന്നില്ല. വീഡിയോ ഒക്കെ എടുക്കണ കാരണം കൊണ്ട് അവർ പേടിച്ചെന്ന് തോന്നണേ. ഒരു പേടിയുണ്ട്, അവരിറങ്ങിപ്പോയിട്ടില്ല. ഒരഴിച്ചു വിട്ടിട്ടാണ് ഞാൻ വളർത്തണത്. എന്നാലാണ് നമുക്കത് ഗുണമുള്ളൂ. നാടൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അഴിച്ചിട്ട് തന്നെ വളർത്തണം. ഒരു 3-4 താറാവ് ഇട്ട് അതൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് മേടിച്ച് നിർത്തുക. താറാവ് വളർത്തലൊന്നുമില്ല, കുട്ടികൾക്കൊരു ഇഷ്ടം, അങ്ങനെ മേടിച്ച് വളർത്തിയതാണ്. അതൊരു പൂവനാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് അത് തലശ്ശേരി പൂവനാണ്. ഈ പൂവൻ. ഇനി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ഏകദേശം 2 മാസിക കുട്ടികളാണ്. അവർക്ക് ഞാൻ ആദ്യം തീർച്ചയായിട്ടും കൊടുക്കുന്നത്. ഇതെവിടെയാ കൊടുത്തിട്ട് അവിടെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ നല്ലത്. വലുതുകളൊക്കെ ചാടി അല്ലേ? ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കോഴിമുട്ട തന്നെ വെച്ച് ഞാൻ വിരിയിച്ച നാടൻ കുഞ്ഞുങ്ങളാണ്. ഇൻക്യുബേറ്ററിലാണ് ഞാൻ വിരിയിക്കണത്. ഇപ്പോൾ ആയിരിക്കുന്നതാണ് ഇൻക്യുബേറ്റർ. പിന്നെ കുറച്ച് മൊയിലുണ്ട് കേട്ടോ.
അതൊക്കെ മുയൽ പക്ഷേ ഞാൻ നിർത്താനുള്ളൊരു പ്ലാനാണ്. കൂടടക്കം കൊടുക്കുന്നുണ്ട്. പലരും ചോദിച്ചിങ്ങനെ നിൽക്കണം. ഇതാണ് നമ്മുടെ നാട്. അപ്പം ഞാനിവരെ അയച്ചു വിടും കുറച്ച് കഴിയുമ്പോൾ. കുറച്ച് കഴിയുമ്പോൾ ഇവരെ അയച്ചു വിടും. ഇത് വെള്ളത്തിൽ കുറച്ച് മരുന്ന് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഞാൻ അയച്ചു വിടും. അയച്ചു വിട്ട് തന്നെയാണ് വളർത്തണം. അതാണ് നാടിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടൻ കോഴി വളർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ രീതികൾ. അവരപ്പം കോഴീനെ ആവശ്യമുള്ളവർക്ക് തന്നെ വിളിക്കാം. വലുതിനെയും ഇപ്പം ഞാൻ കുറച്ച് വലുതിനെ കൊടുക്കാൻ നിർത്തിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾ 2 മാസത്തെ കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ 9947230441. ഒന്നുകൂടി പറയാം, 9947 230 441. പിന്നെ ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ക്യാമറാമാൻ മകൻ തന്നെയാണ്. അവനൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. മിസ്റ്റർ കാശിനാഥ്. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. ഓക്കെ. അവന് ഭയങ്കര പേടിയാണ് കോഴീനെയൊക്കെ. എന്നാലും ഇങ്ങനെ പിടിച്ച് നിർത്തുക, ബലം പിടിച്ച് ഞാൻ നിർത്തുക, ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറങ്ങി പോവാത്ത കുറച്ച് കള്ളന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന്മാർ ചുമ്മാ അങ്ങനെ ഇരിക്കുക. അല്ല, എനിക്ക് ഇറങ്ങിപ്പോകാൻ ഇത്തിരി മടി. എന്താണെന്നറിയില്ല. ഞാനൊന്ന് നോക്കണം വിശദമായിട്ട്. ഇതൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞാൽ മതി. ഓക്കെ, ആവശ്യമുള്ളവർ വിളിക്കുക. ക്ലിയർ ആണല്ലോ വീഡിയോ. ഹായ് ഏട്ടാ, അപ്പോൾ തുടങ്ങിക്കളില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ നമ്മളെ അടുത്ത് സ്റ്റോക്കുള്ള നമ്മളെ കോഴികൾ. ഒരു ഏകദേശം ഒരു 10-35 ഉണ്ട്. എന്താ അതിൽപ്പെട്ട ഒരു ഇവിടേക്കൊക്കെ നമ്മളെ ഏരിയക്കൊക്കെ പറയൽ ആമക്കോഴി എന്നാണ്. ഇത് ഈ കറുത്ത പുള്ളി ഒറിജിനൽ, നാടൻ. പിന്നെ അതാ ഒരാൾ പൂവന് അരിയിട്ട് ഏകദേശം ഒരു 10-13 പേടയും അതിലേക്കൊരു 3 പൂവനുള്ളത്. ഇതൊരു കരിങ്കോഴി ആയിട്ടില്ല. ഇതൊന്നും കരിങ്കോഴി അല്ല. അതൊക്കെ തന്നെ വളരെ കുറച്ച് ശതമാനമേ കരിങ്കോഴി ഉള്ളതാ. ഇവരെ പ്രത്യേകത ഞാൻ കാണുന്നത് ഇത് പൊരുന്തനില്ല. അതായത് പൊരുന്താതെ അങ്ങനെ ചില്ലറ ചില ദിവസങ്ങളിൽ മാത്രം മുട്ടിടില്ല, അല്ലാത്ത എല്ലാ ദിവസവും മുട്ടിടും. അങ്ങനെ ഒരു പ്രത്യേകത കാണുന്നുണ്ട് ഇവർക്ക്. പിന്നെ ഇവരെ പരിപാലനവും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചു പോയി. അത് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടും അല്ലാത്ത രൂപത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ആൾ 90% ഇവിടെ ക്രോസിൽ കിട്ടിയ കരിങ്കോഴി. ഇത് ആ അടിയിലെ താടപ്പൂവില്ലേ, മുകളത്തത് കറക്റ്റ് കറുപ്പാണ്. അടിയിലെ പൂവ് ലേസൊരു ചുവപ്പുണ്ട്. ബാക്കി ഫുൾ ഇറച്ചി വരെ തന്നെ ഇതാണ് ഇയാൾ. കണ്ടോ, ഇറച്ചി വരെ കറുപ്പാണ്. അപ്പോൾ ഇതിവിടെ വിരിഞ്ഞ കുട്ടിയാണ്. പിന്നെ ഇത്. അപ്പോൾ ഇതിപ്പം പറഞ്ഞാൽ ഇതിൻ്റെ ഐഡിയകളൊക്കെ ഒരുപാട് നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടും മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വരുന്ന ഈ സാധാരണ വരുന്ന അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയുന്നുണ്ട്. ഒറ്റന്ന് വിരിഞ്ഞാലത് ചാവാതെ തന്നെ പുറത്തിറങ്ങേണ്ട കുറേ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചു. പക്ഷേ സൗകര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ വരുത്താണ്ട്. അത് ഞാൻ കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുത്തണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ലേശൂണി കോവിഡൊക്കെയാണ് കഴിയട്ടെ. ഈ കൊറോണ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വീടിനോട് ചാരിയുള്ള സ്ഥലം ഏകദേശം ഒരു സുമാർ 1.5 മീറ്റർ പൊന്തിയിട്ട് ഒരു സ്ഥലമാണിത്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് വീതി ഒരു 7 മീറ്റർ വീതി, 7 മീറ്ററിലധികം ഉണ്ടാവും. 7 മീറ്റർ വീതി, ഒരു 10-30 മീറ്ററോളം നീളമുണ്ട്. അപ്പോൾ ഇവിടെ സൗകര്യം ചെയ്താൽ വളരെ സൂപ്പറായി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം അത് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഇപ്പം കഴിയില്ല. അപ്പോൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ പരിചയം വെച്ച് നോക്കുന്നത് ഈ കുട്ടി ഇത് ഒറിജിനൽ അസലി നാടനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരെ ഞാൻ ചെയ്യുന്നത് ഈ കുട്ടികളെ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ അടയിരുത്തിയിട്ട്
പിന്നെ എൻ്റെ അടുത്ത് കോഴി ഉണ്ടേനി 10-75-100 നമ്പർ ഉണ്ടേനി ഒക്കെ ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരെ കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൃത്തിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പിന്നെ കാശിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവരെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഇവരെ കുട്ടികളായതിൻ്റെ ശേഷം ഏകദേശം ഒരു 40 ദിവസം തയ്യോളം കൂട്ടിലിട്ട് വളർത്തുകയാണ്. നിങ്ങളെ ഇതിനൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് അങ്ങനെ. എന്നിട്ട് കൂട്ടിലിട്ട് വളർത്തിയിട്ട് പിന്നെ 40 ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറക്കണുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കുറേ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ട കുറേ മരുന്നുകളുണ്ട്. അതായത് പച്ചല വകുപ്പ്, അതായത് ഒന്ന് തുളസിൻ്റെ ഇല, കൃഷ്ണതുളസിൻ്റെ ഇല, പിന്നെ രണ്ടാമത്തത് പിന്നെ വായൻ്റെ തൂമ്പ്, ഈ വായൻ്റെ ഇലയായാലും മതി. ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അത് ആണ് ഞാൻ ഒരു ചെറിയ കുട്ടികളാകുന്ന സമയത്ത് പിന്നെ സ്റ്റാർട്ടറും കൊടുക്കും. ഇത് സ്റ്റാർട്ടറും ഈ പറഞ്ഞ 2-3 ഐറ്റം ഇല, മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ട് കൊടുത്ത് 40 ദിവസം പുറത്ത് ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ ഒരുവിധം നടപ്പൻ അസുഖങ്ങളൊന്നും ഇവർക്ക് ബാധിക്കണില്ല. അതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ അടുത്ത് വാങ്ങിയ കൂടാണ്, ഒരു 1400. അതിലിപ്പോൾ ഒരാളതിൽ ഉണ്ട്, അത് ലേശം പോക്കിരിയാണ് കോഴി, എല്ലാത്തിനെയും കുത്തുക. അപ്പോൾ അതിനതിലിട്ട് അടച്ചു വെച്ചതാണ്. കാരണം ഇങ്ങനെ പറഞ്ഞാൽ ഞാനൊരു കാട്ടിത്തരാനുള്ള കൂടുണ്ട്, ആ കൂട്ടിൽ മുട്ടയിടാൻ വരുന്നവരൊക്കെ ഇയാൾ പായിപ്പിച്ചോളൂ. അപ്പോൾ അതിനും വേണ്ടി ഇയാളെ ലോക്ക് ചെയ്തിക്കുക. അപ്പോൾ ആ കൂട് എന്താ സംഭവിച്ചാൽ ഞാൻ ചെയ്തത് ഇതാണ്, വെള്ള ടാങ്ക് വെക്കാൻ 4 കാലുമ്മലൊരു ഫ്രെയിമുമ്മലൊരു ഇതുണ്ടാക്കിയതിന് അത് അലുമിനിയം സീറ്റ് ഇട്ടിട്ട് മറച്ചിട്ട് അങ്ങനെ ഒരു കൂടുണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇതാണ് സംഭവം. ഇവരാണ് ഇപ്പോൾ വിരിഞ്ഞ് ഇറങ്ങിയ ആൾക്കാർ. ഇവർക്ക് സ്റ്റാർട്ടറും ഇതേമാതിരി കൃഷ്ണതുളസി, വായൻ്റെ ഇല ഇത് മൊത്തം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇവരെ ഭക്ഷണം ഉള്ളത്. അതിൽ കാണാം, ആ തീറ്റയിൽ കാണുന്ന ചില്ലറ കറുത്തതൊക്കെ ആ പച്ച സാധനം കുറച്ച് ഉണങ്ങിയ ആ ഇലകളാണ്. പിന്നെ ഇത് നാടൻ കോഴിയാണ്, തള്ള. ഇതിൽ ആമക്കോയിൻ്റെ കുട്ടികളുണ്ട്, ആമക്കോയിൻ്റെ കുട്ടിയുണ്ട്, പിന്നെ വെള്ള ഒരു ആമക്കോയിൻ്റെ കുട്ടിയുണ്ട്. അപ്പം സംഭവം ഇത് നിങ്ങളൊക്കെ യൂട്യൂബൊക്കെ ചാനലൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമുണ്ട്. പിന്നെ പക്ഷേ സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പം ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഏരിയ ഉസാറായിട്ട് ഇവർക്ക് മേഞ്ഞെടുക്കാനുള്ള ഏരിയ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ചാനലുകൾ ഞാൻ ഇഷ്ടംപോലെ കാണലുണ്ട്. ഇത് ഇനിയും കാണാൻ ശ്രമിക്കും. അതുപോലെ ഈ വീഡിയോ അതിലൊന്ന് ഉൾപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് പിന്നെ സ്നേഹപൂർവ്വം അറിയിക്കണേ. ഓക്കെ. ഹലോ, എൻ്റെ പേര് ജോൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്താണ് വീട്. അപ്പോൾ ഇത് ഒരു തൊഴുത്തായിരുന്നു. അപ്പം പശുവിനെയൊക്കെ വളർത്തിയിരുന്നതാണ്. അത് ഇപ്പോൾ ആള് സുഖമില്ലാത്ത കാരണം നിർത്തി. അപ്പം ഇതൊരു കോഴിക്കൂടാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് പുല്ലുട്ടിയൊക്കെയാണ്. പശുവിന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം അത് ഇപ്പോൾ എൻ്റെ ഏകദേശം ഒരു 5 നാടൻ കോഴികൾ വലുതുണ്ട്. ഒരു 10 കുട്ടികളാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, ചെറുത്. അപ്പോൾ മുട്ടക്കോഴികളെ മുമ്പ് വളർത്തിയിരുന്നു. പിന്നെ അത് അത്ര മെച്ചമല്ല, തീറ്റ കൊടുത്തിട്ട് അത്ര മെച്ചമില്ലാത്ത കാരണം നിർത്തിയപ്പോൾ ഈ നാടൻ കോഴികളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, 10 ചെറിയ കുട്ടികളാണ് വാങ്ങിയത്. ഇപ്പോൾ ഏകദേശം 2 മാസം പ്രായമായി. പിന്നെ ഒരു 5 എണ്ണം വലുതുണ്ട്, വലിയ കോഴികൾ. അവറ്റങ്ങളുടെ മുട്ട ഇപ്പോൾ ഇവിടെ നിങ്ങൾ വീട്ടാവശ്യത്തിന് എടുക്കും. പിന്നെ ഈ 5 എണ്ണമുള്ള കാരണം നമുക്കിപ്പോൾ വേറെ മുട്ടയൊന്നും വേറെ മേടിക്കണ്ട. നമ്മുടെ വീട്ടാവശ്യത്തിന് ഈ മുട്ട മതി. നാടൻ കോഴികൾ തന്നെയാണ്. അതൊരു തള്ളേരെയാണ് 3 മക്കൾ. അതിലൊരെണ്ണം മുട്ടക്കോഴി ആദ്യത്തെ ഉണ്ടാവും. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.
എൻ്റെ ചെറിയൊരു സംരംഭമാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.